ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വിശദീകരിച്ച് തന്നെ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സമത്വ സമാജത്തെക്കുറിച്ചാണ്. നോക്കിയേ, ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തോടെയാണ് കേരളത്തിൽ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കമായത്? അപ്പോൾ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടാൻ സാധ്യമാക്കിയ, അതായത് സാമൂഹ്യ പരിഷ്കാരങ്ങൾ സാധ്യമാക്കിയ സംഘടന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് സമത്വ സമാജമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമത്വ സമാജം ആര് സ്ഥാപിച്ചു എന്നുള്ളതാണ്. ആരാണ് സ്ഥാപിച്ചത്? അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. വർഷം പഠിച്ചു വയ്ക്കുക, 1836. 1836 അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. ഈ സമത്വ സമാജമാണ് കേരളത്തിൽ എന്ത് ചെയ്തത്? സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. അപ്പോൾ ഈ ഒരു സമത്വ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് ഏത് ജില്ലയിലായിരുന്നു? കന്യാകുമാരി ജില്ലയിലായിരുന്നു. കന്യാകുമാരി പണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പാർട്ടായിരുന്നല്ലോ. അപ്പോൾ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമിട്ടത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് സ്വാമികളുടെ പ്രധാന സന്ദേശമായിരുന്നു. അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അയ്യ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം. അടുത്ത് നോക്കിയേ, അയ്യ വഴി എന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ മുൻനിർത്തി മനുഷ്യരിൽ ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാവരുതെന്ന് വൈകുണ്ഠസ്വാമികൾ ആഹ്വാനം ചെയ്തു. അയ്യാ വഴി, അതും ഓർത്തു വയ്ക്കുക. അയ്യാ വഴി എന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ മുൻനിർത്തി മനുഷ്യരിൽ ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാവരുതെന്ന് വൈകുണ്ഠസ്വാമികൾ ആഹ്വാനം ചെയ്തു. പിന്നെ പഠിക്കാനുള്ളതാണ് സമപന്തി ഭോജനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയതും വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനം, ക്ഷേത്രപ്രവേശന നിരോധനം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചതും ശ്രദ്ധേയമാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചതും ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ അയ്യ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ സമം എന്ന് തുടങ്ങുന്നതെല്ലാം ആരായിരിക്കും? സമപന്തി ഭോജനം, സമത്വ സമാജം, ഇതെല്ലാം അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ, ഓർത്തു വയ്ക്കാനാണ്. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ഏത് വർഷം? 1836. എവിടെ ആയിരുന്നു? കന്യാകുമാരി ജില്ലയിൽ ശുചീന്ദ്രത്താണ് സ്ഥാപിച്ചത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അയ്യ വഴി എന്ന മതം, അതുപോലെ തന്നെ സമപന്തി ഭോജനം, ചാന്നാർ ലഹള, വെണ്ണീജ് ഭരണം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ് ഭരണം എന്ന് വിളിച്ചതൊക്കെ അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇത്രയും വൈകുണ്ഠസ്വാമികളെക്കുറിച്ചും സമത്വ സമാജത്തെക്കുറിച്ചും ഓർത്തു വയ്ക്കുക. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് സമത്വ സമാജമാണ്. അടുത്ത ഒരു സംഘടനയാണ് പഠിക്കാൻ പോകുന്നത്, ഈഴവ മഹാസഭ. ഈഴവ മഹാസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഈഴവ മഹാസഭയുടെ ആദ്യ സമ്മേളന വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. 1896 ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് എന്നാണ്? 1896. സർക്കാർ സർവീസിൽ ജോലിയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന ഈഴവ മെമ്മോറിയൽ ഈ സംഘടനയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന ഡോക്ടർ പൽപ്പുവാണ് അല്ലേ. അപ്പോൾ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈഴവ മെമ്മോറിയൽ. ഇത് ഈ ഈഴവ മഹാസഭയുടെ ഭാഗമാണ്. ഈഴവരുടെ സ്കൂൾ പ്രവേശനത്തിനും ഉദ്യോഗ ആവശ്യത്തിനും ഊന്നൽ നൽകാൻ 1896 തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. 13,176 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്. 13,176 പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. വർഷം 1896. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ 1896 13,176 പേരായിരുന്നു ഇതിൽ ഒപ്പുവെച്ചത്. അടുത്തത്, കോഴിക്കോട് ആസ്ഥാനമായി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാം നവോത്ഥാന പ്രസ്ഥാനം ഏതാണ്? കോഴിക്കോട് ആസ്ഥാനമായി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാം നവോത്ഥാന പ്രസ്ഥാനമാണ് ഹിമായത്തുൽ ഇസ്ലാം സഭ. ഏതാണ്? ഹിമായത്തുൽ ഇസ്ലാം സഭ. എന്നാണ് സ്ഥാപിച്ചത്? 1889 സംഘടന സ്ഥാപിച്ചത്. 1889 ഹിമായത്തുൽ ഇസ്ലാം സഭ സ്ഥാപിച്ചത്.
ഇപ്പോൾ വർഷങ്ങൾ മിക്കവാറും നിങ്ങൾ വർഷം പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ കാലഗണനാക്രമത്തിൽ എഴുതാനൊക്കെ ചോദിക്കും. ഈ ഒരു 5 സ്ഥാപനങ്ങൾ തന്നിട്ട് ഇതിന് കാലഗണനാക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തിനാ വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് വർഷങ്ങൾ ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു സമത്വ സമാജം 1836, പിന്നെ രണ്ടാമത് പറഞ്ഞത് ഈഴവ മഹാസഭ 1896, ഇപ്പോൾ പറഞ്ഞത് ഹിമായത്തുൽ ഇസ്ലാം സഭ 1889. ലാസ്റ്റ് നമുക്കൊന്നുകൂടെ നോക്കാം. എല്ലാ സംഘടനയും പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വർഷങ്ങൾ വെച്ചിട്ടൊന്ന് ക്രോഡീകരിക്കാൻ നോക്കാം. മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി മലബാർ മേഖലയിൽ പ്രവർത്തിച്ച സംഘടനയുടെ പ്രധാന ലക്ഷ്യം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകുക എന്നതായിരുന്നു. സഭയുടെ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമായത്തുൽ ഇസ്ലാം സഭയാണ്. ഹിമായത്തുൽ ഇസ്ലാം സഭ. അടുത്ത് നോക്കി, ദരിദ്രരും അജ്ഞരും അധസ്ഥിതരുമായ മാപ്പിളമാരുടെ ബഹുമുഖ വികസനം ലക്ഷ്യമിട്ട് ഏറനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സമുദായ സംഘടന ഏതാണ്? ഹിദായത്തുൽ മുസ്ലിമിൻ സഭ. ദരിദ്രരും അജ്ഞരും അധസ്ഥിതരുമായ മാപ്പിളമാരുടെ ബഹുമുഖ വികസനം ലക്ഷ്യമിട്ട് ഏറനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സമുദായ സംഘടന ഏതാണ്? ഹിദായത്തുൽ മുസ്ലിമിൻ സഭ. മുസ്ലിമിൻ സഭ. 1897 മഞ്ചേരിയിലാണ് സംഘടന ആരംഭിച്ചത്. ഇസ്ലാമിക് പണ്ഡിതനായ മുസ്ലിയാരകത്ത് അബ്ദുല്ല മുസ്ലിയാരായിരുന്നു ആദ്യ പ്രസിഡന്റ്. അപ്പോൾ 1897 ഹിദായത്തുൽ മുസ്ലിമിൻ സഭ ആരംഭിച്ചത്. മഞ്ചേരിയിലാണ് സംഘടന ആരംഭിച്ചത്. ഇസ്ലാമിക പണ്ഡിതനായ മുസ്ലിയാരകത്ത് അബ്ദുല്ല മുസ്ലിയാരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. മതപരവും മതേതരവുമായ വിദ്യാഭ്യാസം, നാഗരികത, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിനാവശ്യമായ ദാനധർമ്മങ്ങൾ വ്യാപിപ്പിക്കുക, അനാഥരായ ആൺകുട്ടികൾക്ക് ആവശ്യമായ സഹായവും മാർഗനിർദ്ദേശവും നൽകുക, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാവശ്യമായ വസ്തുവകകൾ വാങ്ങുക എന്നിവ സംഘടനയുടെ ലക്ഷ്യമായിരുന്നു. നോക്കിയേ, മതപരവും ഈ ഒരു ഹിദായത്തുൽ മുസ്ലിമിൻ സഭയുടെ ലക്ഷ്യങ്ങളാണെന്നുകൊണ്ട് പറയാം. മതപരവും മതേതരപരവുമായ വിദ്യാഭ്യാസം, നാഗരികത, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിനാവശ്യമായ ദാനധർമ്മങ്ങൾ വ്യാപിപ്പിക്കുക, അനാഥരായ ആൺകുട്ടികൾക്ക് ആവശ്യമായ സഹായവും മാർഗനിർദ്ദേശവും നൽകുക, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാവശ്യമായ വസ്തുവകകൾ വാങ്ങുക എന്നിവ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പം പഠിച്ച സംഘടന ഒന്നുകൂടെ ഞാൻ പറയാം. ഹിദായത്തുൽ മുസ്ലിമിൻ സഭയാണ്. 1897 മഞ്ചേരിയിലാണിത് സ്ഥാപിച്ചത്. അബ്ദുള്ള മുസ്ലിയാരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അടുത്തത്, അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ അയ്യങ്കാളിയുടെ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. അതിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണെന്നാണ്? ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ആരംഭിച്ചത്. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1913. 1913 സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ആദ്യ പ്രസിഡന്റ്. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ആദ്യ പ്രസിഡന്റല്ല, ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത്. ഏതിൻ്റെ? സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. വെങ്ങാനൂരാണ് സംഘം തുടങ്ങിയത്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1907 ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാം. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. വെങ്ങാനൂരാണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നുള്ളത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വയ്ക്കണം. അടുത്തത്, SNDP ആണ് രൂപീകരണത്തിന് പ്രചോദനമായത്. അപ്പോൾ SNDP രൂപീകരണത്തിന് ശേഷമായിരിക്കുമല്ലോ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. ഓക്കെ, ഇപ്പോൾ കാലഗണനാ ക്രമത്തിൽ എഴുതാനൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മൾ ഈ ഒരു ഹിൻ്റൊക്കെ എന്ത് ചെയ്യുക? മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കാലഗണന ചിലപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കാലഗണനയിൽ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കി. SNDP രൂപീകരിച്ചതിന് ശേഷമാണ് ഏത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന ഇവയെല്ലാം സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു.
1938 സംഘം പുലയ മഹാസഭയായി മാറി. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം സംഘം. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. 1938 ആയപ്പോഴേക്കും ഇതിൻ്റെ പേരെന്ത് മാറി? പുലയ മഹാസഭ എന്ന് മാറി. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം സംഘം. ഓക്കെ, അപ്പോൾ SNDPയുടെ രൂപവൽക്കരണത്തിന് പ്രചോദനം ഉൾക്കൊണ്ട അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് ഇത് സാധുജന പരിപാലന സംഘം. 1907 സ്ഥാപിക്കുന്നത്. 1938 അതിൻ്റെ പേര് മാറിയിട്ട് എന്തായി? പുലയ മഹാസഭ എന്നായി. അടുത്തതാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ എത്രാം വാർഷികത്തിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത്? 22ാം വാർഷികത്തിലാണ്. യോഗക്ഷേമ സഭയുടെ എത്രാം വാർഷികത്തിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത്? 22ാം വാർഷികത്തിൽ. 1908 മഹാശിവരാത്രി നാളിൽ ആലുവയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. 1908 മഹാശിവരാത്രി നാളിൽ ആലുവയിലാണ് ഏത് സ്ഥാപിച്ചത്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. 1907 അയ്യങ്കാളിയുടെ പുലയ മഹാസഭ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാണ്? 1908 യോഗക്ഷേമ സഭ. കണ്ടോ, 1907 പുലയ മഹാസഭ, അല്ലെങ്കിൽ ഇപ്പം എന്താ നേരത്തെ ആണെങ്കിൽ സാധുജന പരിപാലന സംഘം എന്ന് പറയാം. 1908 ഏതാണ്? യോഗക്ഷേമ സഭ. ഇതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്പൂതിരി സമുദായ പരിഷ്കരണം, ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്നതായിരുന്നു സഭയുടെ ആപ്തവാക്യം. അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്നുള്ളത് ഏത് സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യ പ്രസിഡന്റ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. VT ഭട്ടത്തിരിപ്പാട് സഭയുടെ പ്രധാന അംഗമായിരുന്നു. സംഘടനയുടെ മുഖപത്രം മംഗളോദയമാണ്. ഇതിൻ്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയാണ്. അപ്പോൾ മംഗളോദയം ഏതിൻ്റെ മുഖപത്രമാണെന്ന് ചോദിച്ചാൽ അത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ്. അതിൻ്റെ എഡിറ്റർ ആരായിരുന്നു? ആദ്യത്തെ എഡിറ്റർ ചങ്ങമ്പുഴയായിരുന്നു. സഭയുടെ മറ്റു പ്രസിദ്ധീകരണങ്ങളാണ് യോഗക്ഷേമവും ഉണ്ണി നമ്പൂതിരിയും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ്? യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് 1908 ആലുവയിലായിരുന്നു സ്ഥാപിച്ചത്. ഇനി അതിൻ്റെ ഒരാപ്തവാക്യം ഉണ്ടല്ലോ, എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഇതിൻ്റെ മുഖപത്രം എന്താണ്? മംഗളോദയം. ചങ്ങമ്പുഴയായിരുന്നു ആദ്യത്തെ എഡിറ്റർ. മറ്റ് പ്രസിദ്ധീകരണങ്ങളാണ് ഏതൊക്കെയാണ്? യോഗക്ഷേമവും ഉണ്ണി നമ്പൂതിരി. അടുത്തത് പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് പഠിച്ചു. 1907 ഇത് പുലയ മഹാസഭ അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘം. 1908 യോഗക്ഷേമ സഭ. 1909 പ്രത്യക്ഷരക്ഷ ദൈവസഭ. പ്രത്യക്ഷരക്ഷ ദൈവസഭ ആരംഭിച്ചത് ആരാണെന്ന് അറിയാലോ? പൊയ്കയിൽ യോഹന്നാനാണ്. നോക്കിയേ, അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ. പത്തനംതിട്ടയിലെ ഇരവിപേരൂർ ആസ്ഥാനമായി സ്ഥാപിച്ച സംഘടനയുടെ പ്രധാന ലക്ഷ്യം ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തുക, മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നിവയായിരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ ഇരവിപേരൂർ ആസ്ഥാനമായിട്ട് സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? പ്രത്യക്ഷരക്ഷ ദൈവസഭ. പ്രത്യക്ഷരക്ഷ ദൈവസഭ 1909 സ്ഥാപിച്ചത്. ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് സ്ഥാപിച്ചത്. മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നിവയായിരുന്നു. അതുപോലെ തന്നെ ജാതി വിവേചനവും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, PRDSന്റെ മുഖപത്രം ഏതായിരുന്നു? ആദിയാർ ദീപമായിരുന്നു. ഓക്കെ, ആദിയാർ ദീപം പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ മുഖപത്രമാണ്. ഇനി ഇതിൻ്റെ രക്ഷാധികാരി ആരായിരുന്നു? യോഹന്നാനായിരുന്നു, പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ 1909 സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇരവിപേരൂരായിരുന്നു, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരായിരുന്നു ഇത് സ്ഥാപിച്ചത്. പിന്നെ ഇതിൻ്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. രക്ഷാധികാരി യോഹന്നാൻ ആയിരുന്നു. അടുത്തതാണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം. ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. കാവാരിക്കുളം കണ്ടൻ കുമാരനാണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ. BPSJPS എന്നതാണ് സംഘടനയുടെ ചുരുക്കപ്പേര്.
തിരുവിതാംകൂറിലെ പറയ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് 1911 ഓഗസ്റ്റ് 29 തിരുവിതാംകൂറിലാണ് ഈ സംഘടന സ്ഥാപിച്ചത്. 1911 ഏത് വരുന്നത്? ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. പിന്നെ ഇത് സ്ഥാപിച്ചത് ആരാണെന്ന് നോക്കുക. കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. അടുത്തത് NSS ആണ്. NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1916 NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1916 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് എന്നാണ്? 1914 ഒക്ടോബർ 31 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ ഭാരത സേവാ സംഘം മാതൃകയാക്കി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സംഘടന രൂപവൽക്കരിച്ചത്. നായർ വൃദ്ധജന സംഘം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന സംഘടനയാണ് പിന്നീട് 1915 ജൂലൈ 11 നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. നോക്കി 1914 എന്ത് ചെയ്യുന്നത്? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. 1916 സമസ്ത കേരള നായർ സമ്മേളനം. ആരുടെ? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ മാതൃകയാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ആരാണ് സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചത്. ഇനി അതുപോലെ തന്നെ 1915 ജൂലൈയിൽ എന്ത് ചെയ്യാണ്? നായർ വൃത്തിജന സംഘം എന്നായിരുന്നു ആദ്യകാല പേരെങ്കിലും പിന്നെ നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് മാറ്റി. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് 1925 ഇത് രജിസ്റ്റർ ചെയ്തത്. മലയാളി സഭ, കേരളീയ നായർ സഭ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ആസ്ഥാനം എവിടെയാണ്? പെരുന്നയാണ്. പെരുന്ന എവിടെയാണ്? ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിലാണ്. പെരുന്നയിലാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. നോക്കി, ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? KK എളപ്പനും. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭനും. ആദ്യ ട്രഷറർ പനങ്ങാട് കേശവ പണിക്കരുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് KK എളപ്പനായിരുന്നു, സെക്രട്ടറി മന്നത്ത് പത്മനാഭനായിരുന്നു. തിരിഞ്ഞു പോകരുത് കേട്ടോ. മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി, പ്രസിഡന്റ് KK എളപ്പൻ. ആദ്യത്തെ ട്രഷറർ പനങ്ങാട് കേശവ പണിക്കരുമായിരുന്നു. കറുകച്ചാലിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച സർവീസാണ് NSSന്റെ മുഖപത്രം. അടുത്ത NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസാണ്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ആരംഭിച്ചത് ഈ സംഘടനയുടെ NDP. ഓക്കെ. അപ്പോൾ NSS 1914 ഒക്ടോബർ 31 സ്ഥാപിച്ചത്. നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ മാതൃകയാക്കിയാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. ആദ്യകാല പേര് നായർ വൃദ്ധജന സംഘം എന്നായിരുന്നു. 1915 ജൂലൈ 11 എന്ത് ചെയ്തു? നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് പുനർനാമകരണം ചെയ്തു. കമ്പനീസ് ആക്ട് പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്തത് 1925 ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്നയാണ്. അത് ചങ്ങനാശ്ശേരിയിലാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലാണ്. ആദ്യത്തെ പ്രസിഡന്റ് KK എളപ്പനായിരുന്നു. സെക്രട്ടറി മന്നത്ത് പത്മനാഭനായിരുന്നു. ആദ്യത്തെ ട്രഷറർ പനങ്ങാട് കേശവ പണിക്കരായിരുന്നു. കറുകച്ചാലിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച സർവീസാണ് ഈ NSSന്റെ മുഖപത്രം എന്ന് പറയുന്നത്. NDP നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചേറായിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് വിദ്യാപോഷിണി. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഏതാണ്? വിദ്യാപോഷിണിയാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചേറായിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയുടെ പേരെന്താണ്? വിദ്യാപോഷിണി എന്നാണ്. 1917 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം. അപ്പോൾ സഹോദര സംഘം ആ പേര് തന്നെയുണ്ട്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത്. 1917 വർഷം ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1917 മിശ്ര വിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഐക്യമില്ലാതാക്കുക എന്നത് സംഘടനയുടെ മുഖ്യ ആശയമായിരുന്നു. സഹോദരൻ എന്ന മാസിക വിദ്യാപോഷിണിയുടെ ഭാഗമാണ്. അപ്പോൾ വിദ്യാപോഷിണിയുടെ ഭാഗമായിട്ടുള്ള മാസിക അല്ലെങ്കിൽ മുഖപത്രം എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് സഹോദരൻ എന്ന മാസികയാണ്. സംഘത്തിന്റെ മുഖപത്രം കൂടിയായ സഹോദരനിലൂടെ സമത്വാധിഷ്ഠിത ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ആദ്യ പത്രാധിപർ അയ്യപ്പൻ തന്നെയായിരുന്നു. സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രക്ഷാ സദഹനം. ഓക്കെ. അപ്പോൾ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭത്തിന്റെ പേരെന്താണ്? ജാതി രക്ഷാ ദഹനം എന്നുള്ളതായിരുന്നു കേട്ടോ.
നോക്കിയേ, സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ സഹോദര സംഘം സ്ഥാപിച്ചത് എന്നാണ് 1917 പിന്നെ സഹോദരൻ ആണ് എന്തെന്ന് പറയുന്ന മുഖപത്രം എന്ന് പറയുന്നത്. പിന്നെ സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് ജാതിരക്ഷാ ദഹനം എന്ന് പറയുന്നത്. അടുത്തത് SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഏതാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘമാണ്. നമ്മൾ അയ്യങ്കാളിയുടെ സംഘടന പഠിച്ചു അല്ലേ, അതും SNDPയുടെ ആ ഒരു മാതൃകയിൽ ആരംഭിച്ചതായിരുന്നു സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? 1907 അല്ലേ. അടുത്തത് 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളെ സാമുദായികമായി തന്നെ സംഘടിപ്പിച്ച് പരിഷ്കരണ പ്രക്രിയ നടത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം തുടങ്ങിയവ. അപ്പോൾ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. SNDPയുടെ മാതൃകയിലാണ് സ്ഥാപിച്ചത്. 1918 സംഘടന സ്ഥാപിതമായത്. കേരളത്തിലെ മുസ്ലിങ്ങളെ സാമുദായികമായി തന്നെ സംഘടിപ്പിച്ച് പരിഷ്കരണ പ്രക്രിയ നടത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യ സംഘം, അതുപോലെ തന്നെ മുസ്ലിം സമാജം തുടങ്ങിയവ. അടുത്തത് SNDPയെ കുറിച്ചാണ്. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. കൊല്ലമായിരുന്നു സംഘടനയുടെ ആസ്ഥാനം. അപ്പോൾ SNDP സ്ഥാപിതമായത് പഠിച്ചു വയ്ക്കുക. 1903 മെയ് 15. 1903 മെയ് 15 SNDP സ്ഥാപിതമാകുന്നത്. കൊല്ലമായിരുന്നു ആസ്ഥാനം. വാവോട്ട് യോഗമാണ് SNDP യോഗത്തിന്റെ മുൻഗാമിയായ സമിതി. സംഘടനയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. കുമാരനാശാനായിരുന്നു പ്രഥമ സെക്രട്ടറി എന്ന് പറയുന്നത്. ഈഴവ ഗസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം. അപ്പോൾ SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? കുമാരനാശാനാണ്. സംഘടനയുടെ നിലവിലെ മുഖപത്രത്തിന്റെ പേരെന്താണ്? യോഗനാഥം. അപ്പോൾ യോഗനാഥം എന്നതാണ് ഇപ്പോഴത്തെ മുഖപത്രം. ആദ്യത്തെ മുഖപത്രം ഏതായിരുന്നു? വിവേകോദയം. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, അവ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചതാണ് SNDP യോഗം. അവശ സമുദായങ്ങളെ സാമൂഹ്യവും ആത്മീയവുമായ പുരോഗതിയിലേക്ക് നയിക്കുക, സന്യാസി മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഇതൊക്കെയായിരുന്നു ഇവരുടെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. SNDP യോഗം സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഡോക്ടർ പൽപ്പു ആയിരുന്നു സംഘടനയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ SNDP സ്ഥാപിച്ചതാണ് 1903 മെയ് 15 കൊല്ലമാണ് ആസ്ഥാനം. വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി. അതുപോലെ തന്നെ ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരും, സെക്രട്ടറി എന്ന് പറയുന്നത് പ്രഥമ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. പ്രഥമ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? പൽപ്പു ആയിരുന്നു. ഇതിൻ്റെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. എന്നാൽ ഇപ്പോഴത്തെ മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥമാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് കുറച്ച് മത നവീകരണ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ വർഷങ്ങളൊന്ന് നോക്കാം. കാരണം നമുക്ക് കാലഗണനാ ക്രമത്തിൽ എഴുതാൻ ചോദിക്കുമ്പോൾ തെറ്റരുത്. കാരണം കണ്ടോ, യോഗക്ഷേമ സഭ, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, ഇതെല്ലാം ഏകദേശം ഒരേ സമയമാണ് അല്ലേ, ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. നോക്കിയ സമത്വ സമാജം നമുക്ക് മറക്കരുത്. കാരണം ഫസ്റ്റ് സമത്വ സമാജം പഠിക്കുക 1836 സമത്വ സമാജം. പിന്നെ നമ്മൾ 2 മുസ്ലിം സംഘടനകൾ പഠിച്ചല്ലോ. ഹിമായത്തുൽ ഇസ്ലാം സഭ 1889 പഠിച്ചു. അതുപോലെ തന്നെ ഹിദായത്തുൽ മുസ്ലിമീൻ സഭ 1897 പഠിച്ചു. പിന്നെ ഈഴവ മഹാസഭ എന്നായിരുന്നു 1896 കേട്ടോ. 1896 ഈഴവ മഹാസഭ എന്ന് പറയുന്നത്. പിന്നെ 1903 SNDP പഠിച്ചു. SNDPക്ക് ശേഷമാണ് 1907 ഏത് വരുന്നത്? സാധുജന പരിപാലന സംഘം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അറിയപ്പെടുന്നത് പുലയ മഹാസഭ വരുന്നത്. പിന്നെ 1908 ഏതാണ്? യോഗക്ഷേമ സഭ. 1909 പൊയ്കൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇനി 1911 ബ്രഹ്മ പ്രത്യക്ഷ രക്ഷ സാധുജന പരിപാലന സംഘം.
NSS ആണെങ്കിൽ 1914 NSS നിലവിൽ വരുന്നത്. പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര സംഘമാണെങ്കിൽ 1917 സഹോദര സംഘം. പിന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918. ഓക്കെ, ഇത്രയും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ഭംഗിയായിട്ട് പഠിക്കുക. കാരണം ഹിസ്റ്ററി ആണെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് 10 മാർക്കിനാണ് ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ്. കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ നല്ല വാസ്റ്റ് ടോപ്പിക്കാണ്. നമുക്കൊരു 5 മാർക്ക് കൂടുതലെങ്കിലും കിട്ടിയാൽ നമുക്കത് റാങ്കിങ് കാരണം പ്രിലിംസ് നമുക്ക് പാസ്സാവണമല്ലോ, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.